അപ്രതീക്ഷിതമായിരിക്കുന്ന ഈ ആക്രമണത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഞെടുങ്ങിയിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വൈദൂര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം യമന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന്റെ നഗരത്തിലേക്ക് ആക്രമണം നടക്കുന്നു. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം കാരണത്താൽ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. എന്നാൽ 1-2 മിസൈലുകളൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് തകർക്കാൻ വേണ്ടി സാധിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. സിറിയയിൽ വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് യമന്റെ ഭാഗത്തു നിന്ന് ശക്തമായിരിക്കുന്ന ഡ്രോൺ ആക്രമണം ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാഞ്ഞു വന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത്. മധ്യ ഇസ്രായേൽ നഗരത്തിന്റെ ബിൽഡിങ്ങുകളെയും ആൾപ്പാർപ്പുള്ള പ്രദേശത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മിസൈൽ ആക്രമണം നടന്നത് എന്നുള്ളതും, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ആയതുകൊണ്ട് പ്രതിരോധ സംവിധാനത്തിന് അത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ പ്രതിരോധം സൃഷ്ടിക്കാനോ സാധിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. ഇതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാതെ ഞെടുങ്ങിയിരിക്കുകയാണ്. സിറിയയുടെ മേലുള്ള ആധിപത്യവുമായി ബന്ധപ്പെട്ടും ഗോലാൻ കുന്ന് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ ഇസ്രായേലിനെ പ്രശംസിച്ചുകൊണ്ട് ചില മീഡിയകളൊക്കെ കവറേജ് നിരത്തുന്നതിനിടയിലാണ് യമന്റെ ഭാഗത്തു നിന്ന് അക്രമം ഉണ്ടാകുന്നതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത പ്രയാസം ഇസ്രായേൽ സൈന്യം അനുഭവിക്കുന്നതും അതിന്റെ കൂടെ റിപ്പോർട്ട് ചെയ്തത്. ഇത് മേഖലയിൽ ആകെ സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി കാരണമായിരിക്കുന്നു എന്നുള്ളതും, ഏറെക്കുറെ നിശബ്ദമായിരുന്ന ഇസ്രായേലി ജനങ്ങൾ വീണ്ടും തെരുവിലിറങ്ങിക്കൊണ്ട് സർക്കാരിനെതിരെ വലിയ പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ പ്രതിഷേധ സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്ന കാര്യം, സമാധാനപരമായിരിക്കുന്ന ഒരു വിഷയത്തിലൂടെ അല്ലാതെ ഇസ്രായേലിന് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പരിഹാരമുണ്ടാക്കാതെ ഇസ്രായേൽ സർക്കാരിനെ തങ്ങൾ വിശ്വസിക്കുകയില്ല. മാത്രമല്ല, നല്ലൊരു പക്ഷം ജൂത വിഭാഗം രാജ്യം വിട്ടുപോകുന്നു. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിച്ചുകൊണ്ട് സർക്കാർ തന്നെ തുടരുകയാണെങ്കിൽ പോലും സർക്കാരിനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ട് 3 പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ കോടതിയിൽ ഹാജരാകണം എന്നുള്ള ഒരു വിവരണം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. അഴിമതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രിമിനൽ കേസ് നേരിടുന്ന വ്യക്തിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നതിനാൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എക്സ്ക്യൂസുകളൊക്കെ കോടതി നൽകിയിട്ടുണ്ടെങ്കിലും അങ്ങനെ സ്ഥിരമായ രീതിയിൽ നൽകാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, കോടതിയിൽ ഹാജരാകണം എന്നുള്ള ഒരു പ്രസ്താവനയും ഇതിന്റെ ഇടയിൽ തന്നെ കോടതി പറയുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ആകെ പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ ഈ മേഖലയൊക്കെ ഒതുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹമാസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ കൊള്ളാനോ അല്ലെങ്കിൽ നിരസിക്കാനോ പറ്റാത്ത ഒരു സ്ഥിതി യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വന്നിരിക്കുകയാണ്. യമന്റെ ഭാഗത്ത് ഈ അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമമാണ് ഉണ്ടായത്. ഇസ്രായേലിന് നേരെ അക്രമം ഉണ്ടാകുന്നത് വളരെ ഒറ്റപ്പെട്ട രീതിയിൽ മാത്രമേ സാധാരണഗതിയിൽ യമനിൽ നിന്ന് ഉണ്ടാവാറുള്ളൂ. കാര്യമെന്ന് പറയുന്നത് അവരെല്ലാ മേഖലയിലും ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയും ബ്രിട്ടനുമായിട്ടാണ് മുഖാമുഖം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന് സാധാരണഗതിയിൽ ഒഴിവാക്കാറുണ്ട്. ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കാറില്ല. അതിന്റെ പണി കൂടി യഥാർത്ഥത്തിൽ അമേരിക്കയും ബ്രിട്ടനുമാണ് എടുക്കുന്നത്. പക്ഷേ ബ്രിട്ടനും അമേരിക്കക്കും അവിടെ വിജയിച്ചെടുക്കാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ട് അവരുടെ യുദ്ധക്കപ്പൽ പോലും ചെങ്കടലിൽ നിന്ന് അമേരിക്ക പിൻവലിച്ച വിവരങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇപ്പോഴത്തെ സ്ഥിതി വളരെ സങ്കീർണമാണ്. ഏറെക്കുറെ ഒരു ഭാഗം ശാന്തമാകുന്ന സമയത്ത് മറ്റൊരു ഭാഗം ആക്രമണത്തിന്റെ രീതിയിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. യമന്റെ ഭാഗത്ത് ഈ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വെടിനിർത്തൽ കരാറുള്ളത് കൊണ്ട് ഏറെക്കുറെ അവിടെ ശാന്തമാണ്. എന്നാൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങളൊക്കെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തിരിച്ചടിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത് കരാറുണ്ടെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണങ്ങളൊക്കെ യഥോവിധം നടന്നുകൊണ്ടിരിക്കുന്നു. സിറിയയിലേക്ക് വന്നതോടുകൂടി ഹിസ്ബുള്ള ഗ്രൂപ്പിനെ കുറച്ചും കൂടി തളക്കാൻ വേണ്ടി സാധിച്ചു എന്ന് അഭിമാനപൂർവ്വം ഇസ്രായേൽ പറയാറുണ്ട്. കാരണം പരമാവധി സഹായങ്ങളൊക്കെ ഹിസ്ബുള്ള ഗ്രൂപ്പിന് ലെബനാനിൽ നിന്നുള്ള വിഭാഗമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് സിറിയ ഇപ്പോൾ വീണതോടുകൂടി അവിടെ നിന്നുള്ള ഒരു സഹായങ്ങൾ ഹിസ്ബുള്ള ഗ്രൂപ്പിന് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അവരെ ഒതുക്കാൻ വേണ്ടി ഇനി മുന്നോട്ട് സാധിക്കും എന്നൊക്കെ
ഈ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന യമന്റെ ആക്രമണം ഉണ്ടായത്. ഇതിപ്പോൾ അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് യമന്റെ ആക്രമണത്തെ കാണുന്നത്. കാരണം ഒരു ഭാഗം ഒതുക്കുമ്പോൾ മറ്റൊരു ഭാഗം ഉയർന്നു പൊന്തുന്നു എന്ന രീതിയിലാണ്. ഹമാസ് ഒതുങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിലും കഴിഞ്ഞ ദിവസം പുതിയൊരു സംഘടന അവിടുന്ന് ആക്രമണം നടത്തി, ഹിസ്ബുള്ള അല്ലാത്തൊരു സംഘടന അവിടുന്ന് ആക്രമണം നടത്തിയ വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഒന്ന് അവസാനിക്കുമ്പോൾ മറ്റൊന്ന് ഉണ്ടാവുന്ന തരത്തിലാണ്. ഹിസ്ബുള്ള അല്ല ആക്രമിച്ചത്, മറ്റൊരു സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ ഗസ സംരക്ഷണ സേന എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പേരാണ് അവിടെ ഇപ്പോൾ പുറത്തു വന്നത്. ആ വിഭാഗം ഇസ്രായേലിനെ ആക്രമിക്കും. അത് ശക്തമായിരിക്കുന്ന ആക്രമണമാണ് ഉണ്ടായത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണമായിരുന്നു. അതുകൊണ്ട് സൈറൺ മുഴങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ സൈറൺ മുഴങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ബങ്കറിലേക്ക് പോകാൻ വേണ്ടി സാധിച്ചു എന്ന റിപ്പോർട്ടും പറയുന്നു. 2 റിപ്പോർട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അത് ഏതാണ് ശരി എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായിരുന്നാലും ഗസയുടെ ഭാഗത്തുനിന്ന് ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം യമന്റെ ഭാഗത്തുനിന്ന് ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് ഒടുവിലാണെങ്കിലും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിറിയ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ മറ്റ് രാജ്യങ്ങൾ ആക്രമിക്കാനുള്ള പ്രവണത കൂടി വരുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ നേരിട്ടുള്ള ഒരു അക്രമവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ലെബനാന്റെ ഭാഗത്ത് നേരിട്ട് അക്രമമില്ല, സിറിയയുടെ ഭാഗത്തുനിന്ന് നേരിട്ട് അക്രമം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ആക്രമിക്കുന്ന ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ സിറിയ സഹായിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നു. ഏതായിരുന്നാലും അവർ തമ്മിലുള്ള കരാർ പ്രകാരം വെടിനിർത്തൽ ഉള്ളത് കൊണ്ട് പറയുന്ന സമയത്ത് ഇപ്പോൾ അക്രമ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒതുങ്ങിയ രീതിയിലാണ് ലെബനാന്റെ മേഖല ഇസ്രായേൽ കാണുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം ഇവിടെ യമന്റെ ഭാഗത്തുനിന്നുണ്ടായതോടുകൂടി സ്ഥിതിഗതികൾ വളരെ ഗൗരവത്തിലായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന കാര്യത്തിൽ അവർ തന്നെ വലിയ രീതിയിൽ ആശങ്കയാണ്. ഇതിന് പിന്നിലും ഇറാനാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ അവർക്കറിയാം. ഇറാൻ ഒതുക്കാൻ വേണ്ടി എല്ലാവിധ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടും സാധിക്കാത്തൊരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ അവരെയും അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം.